ചുരന്ന വാക്കുകൾ തരളമാകണം. നിഴലു പോലെ ഞാൻ വരും കൂട്ടിനീ വഴി. എന്റെ സ്നേഹതാരമേ വരും നിന്റെ വിണ്ണിതാ. മിഴിയിൽ പാതി ഞാൻ തരാം, മിഴിയിൽ പാതി ഞാൻ തരാം. കരൾ കവർന്ന മോഹമേ ഏകതാരമേ വരൂ. വിരലിൽ നിന്റെ കണ്ണുകൾ കിനാവു തേൻമഴ. जो भिड़ा तेरे जो भिड़ा तेरे नैनों से काटा तो आशिक सरेंडर हुआ. जो भिड़ा तेरे नैनों से काटा तो आशिक सरेंडर हुआ. तूने शर्मा കുട്ടിപ്പാട്ടുകാരോട് കുറുമ്പ് കൂടാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി, വിസ്മയവേദിയിലെ കളിക്കൂട്ടുകാർ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. മാനത്തെ കതിരൊളി പോലെ രാഗവർണ്ണം വിതറി ടോപ്പ് സിംഗറിന്റെ സ്വന്തം പാട്ടുകാരി. വെൽക്കം സീതാലക്ഷ്മി ഓൺ സ്റ്റേജ്. ആദ്യം തമ്മിൽ കാണും ഞൊടിയേ. പെർഫോമൻസ് റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് മധുര നൊമ്പര കാറ്റ് എന്ന സിനിമയിലെ യേശുദാസ് സാറും സുജാത മാമും പാടിയ ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു എന്ന പാട്ടാണ്. ഈ സിനിമയിൽ കുറേ നല്ല പാട്ടുകളുണ്ട്, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത്. അപ്പോൾ ഈ പാട്ടിൽ കുറച്ച് ക്ലാസിക്കൽ സ്റ്റെപ്സൊക്കെ ഉണ്ട്, അപ്പോൾ ഞാനും കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അലസമേതോ മൗനമായി പറയാതറിഞ്ഞുന്നു. പാതിരയോ പകലായി മൊഴിയുകയോ മലരായി പ്രിയ. സീതലക്ഷ്മി ചുന്ദരിക്കുട്ടീസ് അല്ലേ? താങ്ക് യു. അത് ആസ്വാദിക്കുന്നു, നന്നായിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇതൊരു. അത് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. പുതു വെള്ളൈ മഴ അല്ല, പുതു നീലൈ മഴ ഇങ്ങനെ പൊഴുകിன்றது അല്ലേ? ശരി. സീതക്കുട്ടി, എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് പറയാൻ. ഈ പാട്ട് പാടി നല്ലൊരു ഗ്രേഡ് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിലും ഒരു സർപ്രൈസ് അങ്കിൾ പറയാം ഇത് കഴിയും. ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? പെർഫോമൻസ് റൗണ്ടിൽ ദ്വാദശിയിൽ മണി ദീപിക ആ അത് കാലക്കും തട്ട മാനസമേ നീ പാടും. ആ മാനസമേ എന്ന് ആരെ വിളിച്ചേ? എന്നെയാണ്. ആ മാനസമേ നീ പാടൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
It is such a beautiful composition by the one and only Vidyasagar Ji. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന് എത്ര പാട്ടുകളാണ്. മലരേ മൗനമാ, ഓ ഇത് ഈ കോമ്പോസിഷൻ, ഇതിലൊരുപാട് നമ്മളൊരു രാഗം അതിനകത്ത് കാണുന്നുണ്ടെങ്കിലും അതിൽ വേറെ നോട്ട്സൊക്കെ ആഡ് ചെയ്ത് അതിനെ ബ്യൂട്ടിഫൈ ചെയ്ത് പുതിയ സൗന്ദര്യം, പുതിയ ലോകം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ഒരു പാട്ടുകാരി ഇതിന്ന് ടാപ്പ് ചെയ്യേണ്ടത്. ആ ലോകത്തെ നമ്മളിങ്ങനെ ആവാഹിച്ചെടുത്ത് നമ്മുടെ ശബ്ദത്തിലൂടെ അതൊരു പുതിയൊരു ലോകമായിട്ട് ഓഡിയൻസിന് കൊടുക്കുമ്പോൾ ഓഡിയൻസ് എന്ത് ചെയ്യും? കൈത്തട്ടും. വാക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയായി. ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളം പാടുകയായി. കലാലോലം കണ്ണുകൾ കളിക്കുണ്ടായി കൽപ്പന. അല്ലേ? അതാണ് അവര് പാട്ട് കേട്ടോണ്ട് എല്ലാവരും കൂടെ കൈ തട്ടിയില്ലേ, നമ്മൾ തട്ടില്ലേ എന്ന് പറഞ്ഞില്ലേ? അതാണ് കേട്ടാ. അപ്പൊ സിദ്ധു, ഈ നമ്മുടെ മാൽക്കൗൺസ് ഹിന്ദോളം അതിന്റെ നോട്ട്സ് ചെയ്താണ്. ഓക്കെ. ചന്ദ്രകൗൺസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് രണ്ട് ഈ എന്താണ് വ്യത്യാസം? ഹിന്ദോളം പാടിയപ്പോ ആനി നീ എന്ന് പാടി, ചന്ദ്രകൗൺസ് പാടിയപ്പോ നീ എന്ന് പാടും. സാനി നീ പാടൂ. സനി നീ 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 സാ നീ നീ സാ നീ നീ സാ. നീ നീ സാ. ഓക്കെ. ഇനി മാ ഗ ഗ മാ ഗ ഗ മാ ഗ ഗ ഗ മാ ഗ ഗ സാ നീ നീ മാ ഗ ഗ സനി നീ മാ ഗ ഗ മാ ഗ ഗ. മാ ഗ ഗ. അതാണ്. അപ്പൊ ഈ നോട്ട്സ് എല്ലാം ഉദ്ദേശിച്ചു. ഇപ്പൊ സഗ മദ നി ദ മഗ സ, വേറൊരു രാഗം. ആ രാഗത്തിന്റെ പേര് വരമോ എന്നാണ്. അപ്പൊ ഇതില് ആ നോട്ട് നമുക്ക് കാണാം. അനുപല്ലവിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അനുപല്ലവി പാടുമ്പോഴത്തേക്കും ഒന്ന് പഠിക്കും. അനുപല്ലവി. വാക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയായി. മെല്ലെ മെല്ലെ മുത്തുമാല, അത് അങ്ങനെ പാട്. മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയായി. ആശകളിൽ തേനലയായി. ആ നോട്ട് തേനലയായി. അതേതാ നോട്ട്? സാ. അല്ല, പാ 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 തേ. തേനലയായി. അതാണ്. അപ്പൊ ജയന്തശ്രീ എന്ന് പറഞ്ഞ രാഗത്തില് സഗമത മപമഗ സഗമത. അതാണ് മനസമേ. അത് മനസമേ എന്നൊരു പാട്. മനസമേ അത് പാട്. മനസമേ. മാനസമേ. കണ്ട ബ്യൂട്ടിയാണ് ആ രാഗത്തിന്റെ ബ്യൂട്ടി. അപ്പൊ ഈ ഞാനിത് പറയാൻ കാരണം പല കളേഴ്സ്, ഒരു രാഗത്തിന്റെ കളറുണ്ട്, അതിൻ്റെ കൂടെ പല കളേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പുതിയ വർണ്ണപ്രപഞ്ചം വരാം. അതാണ് സീതക്കുട്ടി ഇതിൽ പാടാൻ ശ്രമിച്ചുള്ളത്. കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടിയാൽ നന്നായിരിക്കും. എങ്ങനെയാണ് റിതമിക്കായിട്ട്? ഫസ്റ്റ് 2 ലൈൻസ് മാത്രം റിതമിക്കായിട്ട് പാടും. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു, അത് കുറച്ചും കൂടി റിതമിക്കായിട്ട് പാടാം. അതാണ് ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു തെളിഞ്ഞു. മാനസമേ ഇനി പാടൂ. ആ സംഗതി കൂടെ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടും. ഇനി പാടൂ. കുറച്ചും കൂടെ എംഫസൈസ്. ഇനി പാടൂ. അത് കുറച്ചും കൂടെ സംഗതിയായിട്ട് തന്നെ കേൾക്കണം. ഇനി പാടൂ. ഓക്കെ. അപ്പം ഈ രീതിയിലുള്ള
ഇംപ്രവൈസേഷൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ പാട്ട് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, ബട്ട് സ്റ്റിൽ യു സാങ് സൂപ്പർബ്ലി വെൽ. പറയുവാനിതാദ്യമായി വരികൾ മായേ താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, നല്ല സെലക്ഷൻ. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഈ ഒരുപാട് രാഗങ്ങളുടെ ചേർച്ചയുള്ള രാഗങ്ങളാണ്, അതാണ് അതിന്റെ ഇന്റലിജൻസ്. വിദ്യാസാഗറിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹിന്ദോളത്തിൽ തുടങ്ങിയ പല ഹിന്ദോളത്തിൽ എടുത്തു വെക്കാൻ പറ്റുന്ന രാഗങ്ങൾ അതിനകത്ത് ചേർത്തു എന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിന്റെ ബ്യൂട്ടി. ഇപ്പൊ കുട്ടൻ പറഞ്ഞ പല രാഗങ്ങളുണ്ടല്ലോ, ആ രാഗങ്ങളെല്ലാം ഓരോ നോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന രാഗങ്ങളാണ്. അതൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ട് പുള്ളി ഇതിനകത്ത് യൂസ് ചെയ്തു വിദ്യാസാഗർ ജിക്ക് ഒരു വലിയ ഹായ്. എൻ്റെ അടുത്ത സുഹൃത്താണ്, ഒത്തിരി പാട്ട്, ഒരുപാട് ഓർമ്മകളാണ്. കാരണം പണ്ട് മദ്രാസിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോകുന്നതും, സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഞങ്ങൾ തമാശ പറയും. അതായത് പുള്ളിക്ക് മലയാളത്തിലുള്ള പുതിയ കഥകളൊക്കെ കേൾക്കണം. ഇങ്ങനെ ഈ കോമഡി കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് അങ്ങനെ ഒരു ലവബിൾ റെക്കോർഡിങ് ആണ്. അപ്പം അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഓർത്തു. എന്തായാലും സീതാലക്ഷ്മിയുടെ ഈ സെലക്ഷൻ വളരെ നന്നായി. മോക്ക് വളരെ കൃത്യമായിട്ട് പാടാൻ സാധിച്ചു. ഇപ്പം പറഞ്ഞ പോലെ ആ കറക്റ്റ് ഗ്രൂവിന് വീഴണം കേട്ടോ മോളെ. എന്തായാലും മോള് പാടിയ വളരെ രസകരമായിട്ട് പാടി കേട്ടോ. കാരണം അത് ഒരുപാട് സ്ഥലങ്ങൾ എക്സെപ്റ്റ് ലാസ്റ്റിന്റെ പല്ലവിയിൽ പാരാഗെ എന്ന് പറഞ്ഞ ആ സ്ഥലം സ്ലിപ്പായി പോയി. ആണോ അല്ലയോ? താങ്ക് യു. പാരാഗെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടം തൊട്ടങ്ങോട്ട് എൻഡ് വരെ ഒരു ചെറിയ ഒരു തെന്നൽ അനുഭവപ്പെട്ടു. ഒന്ന് പാടിയ 2 3 4 പാടി വരൂ കുട്ടി, പാടി വരൂ. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു, മാനസമേ ഇനി പാടൂ. പാരാകെ ഹരിചന്ദന മഴയിൽ ശ്രീതും ശുഭനന്ദന വനിതൻ സംഗീതം. ഗുഡ്, നന്നായിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ടെന്നുള്ള നമ്മൾ അത് സിത്തും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഓക്കെ. സീതക്കുട്ടി ചക്കരെ അസലായിട്ട് പാടി. ഇന്നിപ്പം MJ സാറിൻ്റെ നമ്മൾ മാസ്റ്റർ ക്ലാസ് എന്ന് പറയും, ഒരു വളരെ എന്താ പറയുക എമിനൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ വന്നിരുന്നിട്ട് ഒരു സിംഗറെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാന്ന് പറയില്ല ഒരു പാട്ടിനെ. അങ്ങനത്തെ ഒരു മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഇവിടെ കഴിഞ്ഞത്. കാരണം ഒരു പാട്ടിനെ ഇങ്ങനെ അധികം പിരിച്ച് ഇതിനകത്ത് ഇതിപ്പോൾ നമുക്ക് മാത്രമല്ല, ഇപ്പം ഇവിടെയുള്ള ഓരോരുത്തർക്കും ഉണ്ട്, കണ്ടസ്റ്റൻസിനുണ്ട്, എനിക്കുണ്ട്, ഇത് കേട്ടോണ്ടിരിക്കുന്ന മ്യൂസീഷ്യൻസിന് ഓരോരുത്തർക്കും ഉണ്ട്, കേൾക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, മ്യൂസിക് ലവേഴ്സ്, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു അല്ലേ ഇത്. ടോപ്പ് സിംഗറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഏബിളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി എന്താ പറയുക, കാരണം സീതക്കുട്ടിയുടെ ഇതിൽ പ്ലസ് പോയിന്റ് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിപ്പോൾ സുജാ ചേച്ചിയുടേതാണ് ഇതിലെ ഫീമെയിൽ പോർഷൻസ്. സുജാ ചേച്ചി ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു ബ്രീസ് മാതിരി കാറ്റ് വീശും പോലെ പാടിയിട്ടുള്ളതാണ്. അപ്പം സീതക്കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യാണ്ട് സീതക്കുട്ടിയുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഇത് പാടാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം, അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്നാൽ ആ പാട്ടിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മോള് പാടിയിട്ടുള്ളതും. പിന്നെ പൊതുവേ സീതക്കുട്ടിയുടെ അടുത്ത് കാണാത്ത 1-2 കുഞ്ഞു സ്ലിപ്പുകൾ. സീത വരുന്ന സമയത്ത് നമ്മൾ 100 പെർഫോമൻസ് മാത്രം കേട്ട് ശീലമായിട്ട് ഹമ്മിങ് പാടുന്ന സമയത്ത് ഒരു ചെറിയ തോന്നിയില്ലേ, ഒരു ചെറിയൊരു ശ്വാസം മുട്ടൽ തോന്നിയില്ലേ. പിന്നെ 1-2 സ്ഥലങ്ങൾ, ഒന്ന് ഇപ്പം MG ഞങ്ങൾ പറഞ്ഞ സ്ഥലം തന്നെ, അങ്ങനെ 1-2 സ്ഥലങ്ങൾ അത് സീതക്കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് എടുത്ത് പറയണേ. കാരണം അതും കൂടി അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യാൻ പറ്റും വാവയ്ക്ക്, അതുകൊണ്ട് മാത്രം. ബാക്കി എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല ചില സ്ഥലത്തൊക്കെ മോളുടെ വോയിസ് 1-2 വാക്കുകൾ പറയുമ്പോണ്ടല്ലോ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ സിത്തു. സുചിച്ചി എടുത്താ പറയണ്ടേ. സുചിച്ചി I love you. We all love you, സുചിച്ചി. MG ഞങ്ങളെ നേരത്തെ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ മോക്കൊരു നമ്പർ തരാം, ഒരു ടെലിഫോൺ നമ്പർ. അതിൽ വിളിക്കണം കേട്ടോ. അതിൽ വിളിക്കുമ്പം എടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാം
ഇഷ്ടപ്പെട്ട കർണാറ്റിക് മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള രണ്ടുപേരുണ്ടായിരുന്നു. ജെ വിജയന്മാർ. അതിൽ ജയൻ സാറിനിപ്പം പത്മശ്രീ കിട്ടി. അത് മനോജ് കെ ജയൻ്റെ അച്ഛൻ. വിജയൻ സാറ് നേരത്തെ നമ്മളെയൊക്കെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ മകനുണ്ട് മഞ്ജുനാഥ് വിജയൻ. പുള്ളിയുടെ സിനിമയിൽ അദ്ദേഹം ഒരു 4-5 സിനിമയൊക്കെ ചെയ്തു. അതിൽ പുതിയ സിനിമയായിട്ടുള്ള ഉടുമ്പ് വിജു എന്നാണ് ആ സിനിമയുടെ പേര്. ആ പടത്തിൽ മോക്കൊരു പാട്ടുണ്ട് സോളോ. പ്രദീപ് കണ്ണനാണ്. പ്രൊഡ്യൂസേഴ്സ് രതീഷും ജോബിയാണ്. അപ്പം ഞാൻ ഈ നമ്പർ തരാം, മഞ്ജുനാഥ് വിജയനെ വിളിക്കുക. വിജയൻ സാറും ഇവർ രണ്ടുപേരും കൂടെയാണ് കച്ചേരി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ കച്ചേരി നടത്തും. അതിൽ രണ്ടുപേരും ഒരുപോലെ ഇരിക്കും പാടിക്കഴിഞ്ഞാൽ. ട്വിൻസ് ആണല്ലോ, അപ്പോൾ ഒരുപോലെ ഇരിക്കും. പാട്ട് കേൾക്കാനും ഭയങ്കര രസമാണ്. കാരണം നല്ല പവറാണ്. കാരണം രണ്ടുപേർക്കും നല്ല പവറുണ്ട്. അപ്പോൾ 2 പവറും കൂടെ ചേർന്നിട്ട് ഒരു കച്ചേരി വയ്ക്കുമ്പോഴത്തേക്ക് തകില് വെച്ചാൽ പോലും ഏക്കത്തില്ല. അപ്പോൾ അത് കാരണം അവർ കച്ചേരിക്ക് തകില് വെക്കാറുണ്ടായിരുന്നു. കാരണം ആ ഒരു എഫക്റ്റിന് വേണ്ടി ആ കച്ചേരി കേൾക്കാൻ ഒരു ഹരമായിരുന്നു. പക്ഷെ വിജയൻ സാർ നമ്മളെ നേരത്തെ പോയി. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മഞ്ജുനാഥ് വിജയൻ്റെ ഒരു പാട്ട്, ഒരു സോളോ സോങ് ഞാൻ കേട്ടു. ഞാൻ ആ പടത്തിലൊരു പാട്ട് പാടിയപ്പോൾ ഞാൻ കേട്ടു. നല്ല ഉഗ്രം പാട്ടാണ്. മോക്കൊരു വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നീയാക അன்று എന്നെ பார்த்ததும் നീയാക വന്ന് പേശി പോണതും നീ എന്നെ ഏറ്റു ഒപ്പുകൊണ്ടതും. ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ചെറിയ ഗ്രേഡ് വല്ലതും കൊടുക്കാൻ പറ്റുമോ? വലിയ പാട്ടുകാരിയാ. നമസ്കാരം. നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. ഈ പാട്ടൊക്കെ കഴിഞ്ഞ് ഇറ്റൊക്കെ ആവുമ്പോ MJ സാർ എന്ന് പറഞ്ഞ ഒരാളുകൂടെ ഉണ്ട്. MG സാറുണ്ട്. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം MJ സാറിന്റെ പാട്ട് പാടാൻ. അതാണ് നമ്മൾ കാത്തിരിക്കണേ. നമുക്ക് പാടാട്ടോ. അത് എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് കേട്ടോ. ഞാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്താം. ഇല്ല. ക്ഷീരമുള്ള പശുവിൻ അകിട്ടിലും മാര് തന്നെ. എന്തായാലും ചേട്ടനും സീതക്കുട്ടിയും കൂടെയുള്ള ഒരു ഡ്യുവറ്റ് തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യപ്പെടണം. അത് എൻ്റെ സംഗീതത്തിലാണെങ്കിലും ആരുടെ സംഗീതത്തിലാണെങ്കിലും അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് നടക്കട്ടെ. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേഡ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഒന്ന് അടിക്കും. ഇത്രയും വലിയ പാട്ടുകാരിക്കൊക്കെ അൾട്ടിമേറ്റ് എങ്ങനെ കൊടുക്കണ്ടേ? പിന്നെ അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് അല്ലേ സാർ? ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ ചുരുങ്ങിയത് തരാം. അൾട്ടിമേറ്റ് ഫോർ യു. സീതാലക്ഷ്മി അടിപ്പൂക്കുറ്റി. So congratulations, you are awarded ultimate. Thank you. അപ്പൊ സീത, all the best. Thank you. துணையாய் நீ வருவாயா, தீயா வளர்காதல் தருவாயா, பார்வை முதல் பார்வை கொண்டென்னை வருங்காலம் முழுதும் நீ காண்பாயா, வருடங்கள் மாறும் നിമിടങ്ങൾ മാറും. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. രാഗവിരുന്നൊരുക്കാൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സൂര്യൻ എത്തുന്നു. വെൽക്കം സൂര്യ മഹാദേവൻ ഓൺ സ്റ്റേജ്. ഫേവറേറ്റ് റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് രാജശില്പി എന്ന ക്ലാസിക് സിനിമയിൽ രവീന്ദ്രമാഷ് സംഗീതം നൽകി ONV സാർ എഴുതി ദാസാർ പാടിയ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന പാട്ടാണ്. ഈ പാട്ടൊരു സ്ലോ മൂഡുള്ളൊരു പാട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മിസ്റ്റേക്കൊന്നും ഇല്ലാതെ ഞാൻ നന്നായിട്ട് പാടും. ചെല്ലക്കാറ്റു ചാഞ്ചക്കമാടും മാലിൻ ചില്ലമേ, കുഞ്ഞിക്കൂട് കൂട്ടുന്നു പാവം കുഞ്ഞാറ്റങ്കിളി. ശംഭോ മഹാദേവ, സുഖമാണോ? സുഖം സർ. ഏത് പാട്ട് പാടുന്നു? പൊയ്കയിൽ കുളിർ പൊയ്കയിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ലാലേട്ടൻ അതിലിങ്ങനെ സച്ച് എ ബ്യൂട്ടിഫുൾ വിഷ്വലൈസേഷൻ ആ പാട്ടിൻ്റെ ഒക്കെ. ഭാനുപ്രിയ ഉണ്ട് അല്ലേ? അപ്പം നന്നായിട്ട് പാടും മകനെ കുമാര. നല്ല കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. സംഗീതം ഇങ്ങനെ നമ്മളറിയാതെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കട്ടെ, ഈ പാട്ട് പോലെ തന്നെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർ പൊയ്കയിൽ
ഹൃദയം കവിഞ്ഞു നീ കടലായോ. ശംഭോ മഹാദേവ. തുടക്കം അങ്ങനെ തന്നെ തുടങ്ങാം. നന്നായിട്ട് പാടി. എനിക്ക് ഇത് ഈ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കേട്ടിട്ട് പെട്ടെന്ന് മോൻ്റെ ഇങ്ങനെ കൊച്ചു ശബ്ദത്തിൽ കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വൈഡ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അത് പിന്നെ മോനിലെ അങ്ങനല്ലേ പറ്റത്തുള്ളൂ അല്ലേ? മോൻ്റെ ശബ്ദത്തിലല്ലേ പാടാൻ പറ്റത്തുള്ളൂ. ഗംഭീരമായിട്ട് പാടി. പക്ഷെ മോൻ ടേക്ക് ഓഫ് ആയത് ചരണവും ലാസ്റ്റ് പല്ലവിയാണ് പെർഫെക്റ്റ് ആയത്. തുടക്കത്തില് കുറച്ച് ശ്രുതി പോയത്, ഇപ്പോഴാണെ ഒന്ന് വാമായി. ഇപ്പോഴും ആ പല്ലവി ഇല്ലേ ഒന്ന് പാടിക്കുള്ളൂ. പല്ലവിയും അനുപല്ലിയുടെ തുടക്ക സംഗതി മാത്രം മതി. ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. ആ അനുപല്ലവിയുടെ തുടക്കം ഒന്ന് പഠിക്കാം. അതിൻ്റെ ഒരു സംഗതി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇത്രയും സ്ഥലങ്ങളെ എനിക്കൊരു ചെറിയൊരു ചാഞ്ചല്യം തോന്നി. ബാക്കിയെല്ലാം മോൻ ഗംഭീര. ആര് സെലക്ട് ചെയ്ത മോനെ? ഷാർജയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്, കൈരളി ആർട്സ് സെന്റർ. ആര്? ഷാർജയിൽ ഞാൻ. ആ, ഓ ശരി. ഇതിനെ ഷാർജ പോയോ? അല്ല, നേരത്തെ ഷാർജയിലായിരുന്നു. അപ്പൊ അവിടുത്തെ എന്റെ ഡാൻസ് ടീച്ചറും എന്റെ മ്യൂസിക് സാറുമാണ് സെലക്ട് ചെയ്തത്. അവർക്ക് ഈ പാട്ട് ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞല്ലേ? നല്ലൊരു പാട്ടാണ്. രാജശില്പി എന്നുള്ള സിനിമയിലല്ലേ ONV സാർ എഴുതിയിട്ട് നമ്മുടെ എല്ലാം ഗ്രേറ്റ് രവീന്ദ്രൻ മാസ്റ്റർ ട്യൂൺ ചെയ്തു. കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു, നന്നായിരുന്നു. ഈ ശ്രുതിയും കൂടെ ആദ്യത്തെ തുടക്കത്തിൻ്റെ ഈ പല്ലവിയുടെയും ഇത്രയും പോർഷൻ ശരിയായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മക്കളെ, സൂര്യ സുഖല്ലേടാ? സൂര്യകുമാര, നിന്റെ കോസ്റ്റ്യൂമിനും പാടിയ പാട്ടിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത്ലീറ്റ്, ഒരു സോക്കർ കളിക്കാൻ വന്ന പ്ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താടാ അങ്ങനെ? എനിക്ക് മുണ്ടെടുത്ത് കാണാൻ പറ്റുമോ? ഒരു കാര്യം, എനിക്ക് അങ്ങനെ ഞാൻ കമന്റ് പറയുന്നത്, നീ നന്നായിട്ട് മുണ്ടെടുത്ത് വന്നാൽ അതിന്റെ മേളിലെടുത്താലും മതി. പോയി എടുത്തിട്ടോ. നിന്നെ സ്റ്റേജിൽ നിർത്തി മുണ്ടുടിപ്പിക്കും. നോക്കൂ, പെനാൽറ്റിയാണ്. നീ ജിമ്മി പോവാറില്ലേ ഇപ്പോഴ്? നിന്റെ 6 പാക്ക് ഒക്കെ പോയിട്ട് 1 പാക്ക് ആയല്ലോ. നമ്മുടെ കോസ്റ്റ്യൂമിലെ ചേട്ടനും താങ്ക് യു. നല്ലൊരു കൈഡി. ഓക്കെ ആണോ MJ ഞങ്ങള്? പിന്നെ ആഹാ, ഇപ്പൊ എന്തൊരു ഐശ്വര്യടാ നിന്നെ കാണാൻ. ആ ടീഷർട്ട് കൂടെ മാറ്റിയാ സൂപ്പർ ആയിരുന്നു. ഇത് ചിലപ്പോ ഈ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മുണ്ടിന്റെ മുകളിൽ ടീഷർട്ട് ഇട്ട് അതേപോലെ. സിത്തുന്റെ ഈ ചിരി കേട്ടിട്ട് പറയുന്നത്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സിത്തുവിന് ഇപ്പം ഗൾഫില് പ്രോഗ്രാം ഒന്നും ഇല്ലേ? എന്താണ്? അല്ല, പോണമെന്നില്ലേന്ന്. അങ്ങനെ കാര്യം വേറൊന്നുമില്ല, ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ളവരെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴേ. അങ്ങനെ ഞാൻ മലബാറിന്നാണ് വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വേഷമാണത്, മുണ്ടും അതിന്റെ മുകളിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. സൂര്യൻ, ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്?
പല പ്രത്യേകതകളും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എന്താണ്, എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഓർക്കസ്ട്രയുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പാട്ട് എടുത്ത് സെലക്ട് ചെയ്ത് പാടുമ്പോൾ ഓർക്കസ്ട്രയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ പാട്ടുകാരോടും പറയാറുണ്ട്, ഡോണ്ട് ജസ്റ്റ് എയിം ടു ബി എ പ്ലേ ബാക്ക് സിംഗർ, എയിം ടു ബി എ മ്യൂസീഷ്യൻ ഫസ്റ്റ്. പറഞ്ഞ മനസ്സിലാവും. അപ്പൊ എന്താണ് ഈ തബലയുടെ ആ ഋതം, ആ നട ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വേരിയേഷനും ഇല്ല. ഇറ്റ് ഈസ് ഓൾ ദ സെയിം ത്രൂ ഔട്ട് ദ സോങ്. ഇടയ്ക്ക് റെസ്റ്റ് പീരീഡ്സ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആനന്ദേ, ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? പോയിക്കോട്ടെ. ഈ ഋതത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ട് ഒരു പൊയ്കയിൽ വരുന്ന ചെറിയ ചെറിയ തിരകൾ പോലെ ഈ ഋതം ഇങ്ങനെ പോകും. ഇതിലെനിക്ക് പറയാനുള്ളത്, ഓരോന്നിനെ സസ്റ്റെയിൻ നമ്മൾ എത്ര കൊടുക്കണം. ഒരിക്കലും ഈ പാട്ടില് നമ്മൾ പാടിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ വാക്കിനും സസ്റ്റെയിൻ കുറവാണ്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം ഒരുപാട് നീട്ടുന്നില്ല. പൂക്കണ്ണുമായി. പക്ഷെ മോൻ പാടുമ്പോഴത്തേക്കും മോൻ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ചും കൂടെ നീട്ടിയിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഈ പാട്ടിന് അങ്ങനെ വന്നാൽ നന്നായിരിക്കും. ഒരു സജഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാടിയത് അസലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിയത്. കവിതകളാ കനവുകളാ, ഈ രീതിയിലുള്ള ചില എക്സ്പ്രഷൻസ് കൂടെ മോന്റെ മനസ്സിലിരിക്കട്ടെ. ഇനി പാടാൻ വരുമ്പോ അത് ഓർക്കാലോ. അതിനാണ് അങ്കിൾ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. സിത്തു എങ്ങനെ ഉണ്ടായിരുന്നു? അസലായിട്ട് പാടി സർ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം സാർ വളരെ വിശദമായിട്ട് പാട്ടിൻ്റെ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു കഴിഞ്ഞു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പം വളരെ ഫാസ്റ്റായിട്ടുള്ള സംഗതികളുള്ള പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഫാസ്റ്റായിട്ടുള്ള സംഗതികൾ പാടുന്ന എത്രയോ അത്ര തന്നെ ശ്രമകരവും അതിൽ കൂടുതൽ ക്ഷമയൊക്കെ ആവശ്യമാണ് ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പാട്ട് പാടാൻ. വളരെ ചൗക്കത്തിൽ പോണ പാട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഷനോ അങ്ങനെ നെഞ്ചിടിപ്പൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ഭംഗിയായി അവതരിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് സൂര്യനൊന്ന് ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. നല്ല ക്ഷമയോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലവും. സൂര്യൻ എപ്പോഴും ഭയങ്കര ഭാവം കൊടുത്താണ് പാടുക. ഈ പാട്ടും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗരഭം പാൽത്തിരകൾ കാത്തു നിന്നെ മുത്തുകോർത്ത നോപുരം വെണ്ണുരമയിൽ ചന്ദനച്ചാർത്താൽ നീ ദേവനന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരെയോ. പിന്നെ എം ജി ഞങ്ങൾ പറഞ്ഞ മാതിരി പല്ലവിയുടെ സ്ഥലത്ത് മാത്രം ഒരു ഇത്തിരി അതൊരു തുടങ്ങി വരികയല്ലേ. അത് കഴിഞ്ഞ് അതേ പറഞ്ഞ പോലെ തന്നെ ചരണം കഴിഞ്ഞ് തിരിച്ച് പല്ലവിയിലേക്ക് എത്തിയപ്പോഴേക്കും അത് ആ പാട്ട് അവസാനിച്ചില്ലേ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ എം ജയചന്ദ്രൻ്റെ അടുത്ത് ഞാൻ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സാറിൻ്റെ കുറേ പാട്ടുകളുണ്ട് ഇങ്ങനെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള. എസ്പെഷ്യലി സാറിന് സിംഗർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടല്ലേ സാർ, മെല്ലെ എന്ന് പറഞ്ഞ പാട്ട്. ഭയങ്കര ആ മെല്ലെ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വാക്കുകളും പ്ലേസ് ചെയ്യുന്നത് മെല്ലെയാണ്, വളരെ മെല്ലെയാണ്. അങ്ങനത്തെ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു പാട്ടിനൊരു ഫിലോസഫി ഉണ്ടാവുമല്ലോ കമ്പോസിഷൻ്റെ? എന്ന് പാടിക്കഴിഞ്ഞാ അത് മെല്ലെയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. ആ തബലയുടെ ബ്യൂട്ടിഫുൾ ഋതം ഇങ്ങനെ നമ്മളെ തഴുകിക്കൊണ്ടിരിക്കണം, പാട്ടിനെ തഴുകിക്കൊണ്ടിരിക്കണം. ആ പൊയ്കയിൽ ഒരു കുഞ്ഞു ബോട്ട് നമ്മൾ ഇട്ടാൽ അതെങ്ങനെ പോകുമോ, ആ പേപ്പർ ബോട്ട് അല്ലേ നമ്മൾ ഉണ്ടാക്കി കളിവെള്ളം ഉണ്ടാക്കില്ലേ, അത് കടലാസ് തോണി എന്ന് പറയും. അത് നമ്മൾ ആ പൊയ്കയിൽ ഇട്ടാൽ ആ കടലാസ് തോണി എങ്ങനെ നീങ്ങുമോ
ആ രീതിയിൽ മാത്രമേ പാട്ട് നീങ്ങാൻ പാടുള്ളൂ. അതെ. പക്ഷെ അത് ഈ ഒരു ഏജിൽ സൂര്യൻ അത് വളരെ സക്സസ്ഫുൾ ആയി ചെയ്തിട്ടില്ലേ സാർ? അതാണ് ടാലന്റ്. റിയലി ബ്യൂട്ടിഫുൾ അല്ലേ? ശരിക്കും സൂപ്പർ ആയിരുന്നു മോനെ. ഇനി നന്നായിട്ട് പാടാൻ പറ്റും. നീ കുറച്ചൊന്ന് ഉടഞ്ഞോ, ഒത്തിരി മെലിഞ്ഞോ? അല്ല, ഞാൻ നന്നായിട്ടാ പറഞ്ഞു, ഒന്ന് ഒതുങ്ങി. ഞാൻ കുറച്ച് ഉടങ്ങായിട്ട് തോന്നുന്നില്ല. എനിക്കൊരു ചോദ്യം. മീനുട്ടി, ആനയെ തൊഴുത്തി കെട്ടാൻ പറ്റും? വെറുതെ ഒരു സംശയം. എന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. കണ്ണുകൊണ്ട് ഞാൻ കാണിച്ചോണ്ട്. അല്ല, അത് ആരെ കുറിച്ചാണ്, ചേട്ടനെ കുറിച്ച് തന്നെയാണോ? ഞാനും ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ടാ, എല്ലാം കൊണ്ടും നല്ലത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു കണ്ണ. അപ്പൊ ഗ്രേഡ് പറയട്ടെ. A+. നന്നായിട്ട് പാടി A+. ഇപ്പൊ അങ്ങനെയാണല്ലേ സാർ? നന്നായി പാടിയവർക്ക് നന്നായിട്ട് പാടിയ A+ ഉള്ളൂ. നന്നായിട്ട് പാടി A top. നന്നായിട്ട് പാടി A ultimate. Yes, A ultimate. ഇപ്പം പതുക്കെ അല്ലേ പാടിയത്, ഇങ്ങനെ തഴുകിയൊക്കെ അല്ലേ പാടിയത്. ഇനി ഒരു നിലവിളിച്ചോണ്ടൊരു വിളി വിളിച്ചേ ലോനപ്പന്. Congratulations, you are awarded A ultimate. ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി. കൊഞ്ചി പറഞ്ഞും പാടിയും വിരുന്നൊരുക്കാൻ നമ്മുടെ സ്വന്തം ദിയക്കുട്ടി എത്തുന്നു. വെൽക്കം കൃഷ്ണ ദിയ ഓൺ സ്റ്റേജ്. മനസ്സിലായിരം കസവ് നെയ്യാമ്പൽ പൂവെന്നോ. ഞാൻ ഇന്ന് സാഡ് സോങ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കുഞ്ഞെ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് അങ്കിളാണ്. ഈ പാട്ടിൻ്റെ സിനിമേൻ്റെ പേര് കാഴ്ച എന്നുള്ള സിനിമയാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് ഉഷാർ യോയോ ഉഷാർ യോയോ ഉഷാർ യോയോ ആയിട്ട് അടിയിട്ട് വരാം. അതെ. പെണ്ണേ കൊതിയില്ലേ നേരിൽ കാണാൻ വന്നിട്ടുണ്ടേ എൻ്റെ പെണ്ണ്. കവിളത്തുണ്ടേ കണ്ണാടിത്തുണ്ട് ചുണ്ടത്തുണ്ടേ ചിങ്കാരച്ചുണ്ട്. നീലക്കായലുപോൽ തോന്നും മോമൽ കണ്ണാണ്. മുടിക്കാർ മുക്കിലും തോൽക്കും നാടൻ ചേലാണ്. കൊണ്ടേ പോരാം മോളെ, വാലെന്തടാ നീണ്ടു കിടക്കണ്? ബാക്കിൽ നോക്കട്ടെ. വാല് കെട്ടി വെച്ചിട്ടില്ല അല്ലേതമ്മ? ഇല്ലാന്നേ. അമ്മ കെട്ടി വെച്ച് പിന്നെ അത് ഊരിപ്പോയി. എന്ത് ദശാണോ കാണാൻ? അല്ല, ഇങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ പാടാനാണോ വരുന്നത് അതോ കളിക്കാനാണോ വരുന്നത്? പാർക്കിലേക്ക് പോണമാതിരി അതെ, ചാടി ചാടി ഒരുമാതിരി വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ പാടാനല്ല. ഞാനിവിടെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് കപ്പലിന്റെ ഒക്കെ കുറച്ച്. എന്തിനാ വന്നേ? പാട്ടുപാടാൻ തന്നെ. പക്ഷെ വന്ന വരവ് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ വരാൻ പാടില്ല. സീരിയസ് ആയിട്ട് തന്നെ നടന്നു വരണം. പാടാനൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരു ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അടുത്തതായി കൃഷ്ണദിയ പാടുന്നു എന്ന് പറയുമ്പോൾ ഡിങ്കോ 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 എന്ന് ചാടി ചാടി വന്നാൽ ദിയക്കുട്ടി അന്നൊന്ന് സീരിയസ് ആയിട്ട് നടന്നു. സീരിയസ് ആയിട്ട് നടന്നു. സീരിയസ് ആയിട്ട് നടന്നു. അങ്ങോട്ടല്ല ഇങ്ങോട്ടാ സീരിയസ് ആണ്. അവിടുന്ന് ഇങ്ങോട്ട് വരൂ വരൂ. റെഡി വരൂ. വെൽക്കം ദിയക്കുട്ടി. ഭയങ്കര സീരിയസ് ആയി. ഒരു കൊല്ലം പിടിക്കും എത്താൻ. ഗാനമേള കഴിയും. ഇങ്ങനെയാണ് സീരിയസ് ആയിട്ട് നടന്നു വരാ. എന്താണ് സത്യ വിശേഷം? നല്ല വിശേഷം സത്യകാന്തി. ഒച്ചടാ, ഏത് പാട്ടാ പാടുന്നേ? കുഞ്ഞെ നിനക്ക് വേണ്ടി. ഏത് കുഞ്ഞിനു വേണ്ടി? എങ്ങോ കാത്തു നിൽപ്പു. പാട്ടിന്റെ വരി പറയുന്നു. ഏത് പാട്ടാണ് അത്? അടുത്ത വരി പറയും. കുഞ്ഞെ നിനക്കു വേണ്ടി എങ്ങോ
കാത്തു ആ അപ്പൊ ഈ കൈയാണ് രണ്ട് കൈ കൂടെ മൈക്ക് പിടിച്ചേ. ആ ഇനി പാടി. കുഞ്ഞേ നിനക്കു വേണ്ടി. അപ്പൊ തലയാണ് പാടിക്കോ. അപ്പൊ പാടില്ലേ? ആ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. ഇത്തിരി വെള്ളം തരുമോ? നോ 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 കുട്ടിക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം. നോ 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 വാട്ടർ. ഇത്തിരി വെള്ളം തരുമോ? കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ. വേണ്ട. ഓക്കെ.
ഇന്ന് മോള് നല്ല ശ്രുതിശുദ്ധമായിട്ട് പാടിയുണ്ട്. താങ്ക് യു. നല്ല രസമായിരുന്നു കേൾക്കാൻ, കാണാനും കേൾക്കാനും അതിമനോഹരം. നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു ഒരു സ്നേഹമോടെ നീ തോന്നുപോലെ. പിന്നെ മോടെ പ്രായം 6 വയസ്സല്ലേ അല്ലേ? ഇത്രയും വയസ്സായി അല്ലേ? 6 വയസ്സായി. 6 വയസ്സിൽ ഇത്രയൊക്കെ പാടിയാൽ മതി കേട്ടോ. ഒരു സംഗതിയൊക്കെ വന്നാൽ സംഭവമാണ്. ഏത് ഗ്രേഡ് കിട്ടും? ഊണിലും ഉറക്കത്തിലും ഇതേ ചിന്തയുള്ളല്ലേ? ആവും. ഏത് സംഗതിയാണെങ്കിൽ ഉദ്ദേശിച്ചത് മോള് തന്നെ പറ. പല്ലവിയുടെ അവസാനം ഒരു സംഗതിയുണ്ട്. അതന്നെ, അതങ്ങോട്ട് ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ. മതി, അത്ര മതി. മോടെ അമ്മയ്ക്ക് അത്രയും മതി. പിന്നെ ഈ അനുപല്ലയുടെ എൻ്റെ എന്താണ്? അവിടെ എങ്ങോട്ട് ഒന്ന് പിടിക്കണം. അവിടെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ വൗവിന്റെ മേളി പോവും. എന്താ പറയുന്നു മീനക്കുട്ടി? എന്ത് നല്ലല്ലേ? നല്ലാണ്. എന്നാലും അത് ട്രെയിലേ ട്രാക്കിലോട്ട് വീഴണം അല്ലേ? പക്ഷെ രസമായിരുന്നു കേൾക്കാൻ കേട്ടോ, നല്ല രസമായിരുന്നു. കാരണം ഈ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ പറയോ മോള് എങ്ങനെ പാടി, ഈ പ്രായത്തിൽ ഈ കുട്ടികളൊക്കെ എങ്ങനാ ഇങ്ങനെയൊക്കെ പാടുന്നേ. ഒരുപാട് സ്ഥലത്ത് അങ്കിള് പോകുമ്പോ ചോദിക്കുന്ന ചോദ്യം അങ്കിളിന് പറഞ്ഞു മതിയായി. കാരണം ഞാൻ പറയും അപ്പൊ പറയാം അവരൊക്കെ വളരെ ടാലന്റാണ്. എന്നാലും സാറേ എങ്ങനെ ഈ പിള്ളേര് ഇത്രയും മനോഹരമായിട്ട്, ഈ 6 വയസ്സുള്ള കൊച്ചു പിള്ളേരൊക്കെ ഇത് എങ്ങനെ ഇങ്ങനെ പാടുന്നു? അപ്പൊ നിങ്ങളൊക്കെ ഇപ്പോഴേ വലിയ സ്റ്റാറായി കഴിഞ്ഞു, ഇപ്പോഴേ ഒരു ഹേമമാലിനിയായി. അത് പറഞ്ഞ എന്താ? ഒരു വലിയ ആക്ട്രസ് ആണ് ഇന്ത്യയിലെ. ഇപ്പോഴേ മോളൊക്കെ ഹേമമാലിനിയുടെ ആ ലെവലിലെത്തി. ഭയങ്കര സ്റ്റാറായിന്ന്. ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറയണ്ടേ? ഒരു സിനിമാ നടിയായെന്ന് മനസ്സിലായോ? സിനിമ എനിക്കറിയാം. സിനിമ എന്താണെന്ന് നമുക്കറിയാം. സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറിന്റെ പേരെന്തോ? മോക്ക് ഏത് നടിയെ ഇഷ്ടം? എന്നാലും ഇഷ്ടപ്പെട്ട നടിയാരാ? മമ്മൂട്ടി അങ്കിളും മോഹൻലാൽ അങ്കിളും. മമ്മൂട്ടി അങ്കിളും മോഹൻലാൽ അങ്കിളും അത് നടന്മാരല്ലേ മോളെ? അത് ആണുങ്ങളല്ലേ, പെണ്ണുങ്ങളല്ലേ? ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. എനിക്കറിയാം, മഞ്ജു വാര്യർ ഇഷ്ടം. അത് ഞാൻ പറയാൻ പക്ഷെ അപ്പഴേക്കും എനിക്ക് പേര് കിട്ടിയില്ല. ഇവിടെ മഷി ഇട്ടു. പിന്നെ ആരാ ഇഷ്ടം? പിന്നെ നമ്മൾ പറയുമ്പോ ഞാൻ പറയാൻ പോവെന്ന് പറയും. പാർവതി ഇഷ്ടല്ലേ? എന്റെ ഒന്നാം രാഗം പാടി അതിലുണ്ട്. പാർവതി ആന്റി സ്ഥിരം കാണുന്നുണ്ടല്ലോ ടോപ്പ് സിംഗർ. ജയറാമകള് വന്നപ്പോ പറഞ്ഞില്ലേ എല്ലാരും ഇഷ്ടാണ്, കാണാറുണ്ട് എന്ന് പറഞ്ഞില്ലേ? എല്ലാരും ഇന്ന് പറ്റിയ എന്താന്നറിയോ? ഗുളുമോള് കംപ്ലീറ്റ് പാട്ട് പഠിച്ച് ഇങ്ങനെ പഴുത്തു വന്നിരിക്കുക. അപ്പൊ അത് കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്തൊരു ഇതില്ല, ഒരു പഞ്ചില്ല. ബിക്കോസ് എനിക്കൊന്നും അറിയില്ല. അറിയില്ല. ബിക്കോസ് പറഞ്ഞാൽ ഈ ബിക്കോസ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് ഗുളുമോളാണ്. അത് ഇംഗ്ലീഷ് വാക്കാ. ബിക്കോസ് പറഞ്ഞ എന്താ? ബിക്കോസ് പറഞ്ഞ എന്താ മുത്തേ? ബിക്കോസ് പറഞ്ഞാൽ അതുകൊണ്ട്. പണ്ട് എന്നെ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട് സാർ എപ്പോഴും ബിക്കോസ് എന്ന് പറയാതെ കോസ്ബി. നമുക്കിനി ഉൾട്ടാക്കാം. എനിക്ക് ദിയക്കുട്ടിയുടെ പാട്ട് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കോസ്ബി നന്നായിട്ട് പാട്ട് പഠിച്ചു. കോസ്ബി നന്നായിട്ട് പാടി. കോസ്ബി നല്ല കോസ്റ്റ്യൂമാണ്. കോസ്ബി
കൊമ്പൊക്കെ വളർന്നിട്ടുണ്ട്, നീട്ടം വെച്ചിട്ടുണ്ട്, അല്ല ഇത്രയേ ഉള്ളൂ. വലിയ കൊമ്പ്, അതെ. കൊമ്പിയായി കൊമ്പി. കൊമ്പി. പിന്നെ എന്താ കോസ്ബി. കോസ്ബി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ള കാര്യമാണ് അതിന്റെ കോസ്ബി. അതെന്താണെന്നറിയാം? പോയി വരൂലുള്ള സംഗതിക്ക് കയ്യിലുള്ള ആക്ഷൻ. അതെങ്ങനെയാണ്? ഇനി പോയി വരൂ. അതാണ് എല്ലാം വരച്ചു കഴിഞ്ഞു. കൂട്ടണ മതി. പോയി വരൂ വേറെ ഉണ്ടല്ലോ, ഇത് മാത്രമല്ലല്ലോ. അതിന് മുമ്പേ പോയി വരൂ. അനുവല് തുടക്കം. പോയി വരൂ നീ, പോയി വരൂ നീ, തിരികെ എത്താൻ പോയി വരൂ. ഓ, തിരികെ എത്താൻ പോയി വരൂ. കഷ്ടപ്പാട് തന്നെ അല്ലേ മോളെ, കഷ്ടപ്പാട് തന്നെ. നിന്നിടത്തു നിന്നൊക്കെ പൊങ്ങി വരുന്നു. ആ സംഗതി കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിലോ. ഇങ്ങനെയാണോ? പോയി വരൂ. പാട്. പോയി വരൂ. വിറപ്പിക്കാനല്ല പറഞ്ഞേ. പോയി വരൂ. പോയി വരൂ. പോയി പോയി പോയി. പോയി. നീ എന്തിനാ പൊങ്ങുന്നേ? ഇത് പാട്. ശ്യാമമേഘമേ, ശ്യാമമേഘമേ, നീ എൻ പ്രേമ. നീ എത്ര, നീ എൻ നീ എൻ പ്രേമ അല്ല, നീ എൻ പ്രേമ. നീ എൻ പ്രേമ. ആ, ദൂതുമായി ദൂരെ, ദൂതുമായി ദൂരെ, പോയി വരൂ. പോയി വരൂ. ആ, മൈക്കിളക്കി കൊടുത്തു. മൈക്ക്, കാല്, ശരീരം. ഈ പാട്ടില് പറയുന്നില്ലേ, അതായത് ഗുളുമോക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. അതായത് ഒരു നിന്റെ വഴിയില് നമ്മള് പൂ വിരിക്കാം, പൂ വിരിച്ചിട്ട് അവിടെ ഒരു കാറ്റായിട്ട് വരാം, തെന്നലായിട്ട് വരാം. ശരിക്ക് നമ്മൾ മൂന്നുപേരും അതാണ് ഉദ്ദേശിക്കുന്നത്. ഗുളുമോളുടെ ഈ ഒരു സംഗീത വഴിയില് നമ്മൾ നല്ല സംഗീതത്തിന്റെ പൂക്കളൊക്കെ വിരിച്ച് മക്കൾക്ക് നല്ലൊരു സംഗീതത്തിന്റെ കാറ്റായിട്ട് വീശി മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാം കേട്ടോ. താങ്ക് യു. പൊന്നമ്പിളിയെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സിത്താരാൻഡി. ആ പല്ലവി പാടിയപ്പോ കുഞ്ഞെ നിനക്ക് വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂന്ന് പാടിയില്ലേ, അത് ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും. നല്ല ശ്രുതിയിൽ പാടാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും അല്ലേ? എങ്ങനെയായിരുന്നു? കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പൂ. മനസ്സിലായി കേട്ടാ. ബാക്കി കുറേ ഭാഗങ്ങൾ നല്ല നല്ല രസമുള്ള കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇതില്. പിന്നെ കുഞ്ഞുമാവയ്ക്ക് ചില സംഗതിയൊന്നും തൊണ്ടയിൽ വരാറായിട്ടില്ലല്ലോ. ഇത്രയല്ലേ വലുപ്പമുള്ളൂ അല്ലേ? ഇരിക്കുമ്പോ അങ്ങനെയാണ് സിത്താരാൻഡിന്റെ വലുപ്പം തോന്നുന്നത്. ആടേ, ചിത്താരാജിനെ കാണുമ്പോ നിന്റെ മാറ്റ വലുപ്പാ തോന്നണത് അവൾക്ക്. ഇരിക്കുമ്പോ ഇത്രേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇത്രയുണ്ട്. ആ, ഇരിക്കുമ്പോ ഇത്രയുണ്ട്. ശരിയല്ല, ശരിയാ കേട്ടോ. സിധു, ഒരു ചെറിയൊരു ആഗ്രഹം പറയട്ടെ. ഇപ്പൊ ഞാന് ഉയരെ എന്ന് പറഞ്ഞ സിനിമ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അതില് സിത്തു അതിഗംഭീരമായിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഗോപി സുന്ദർ, അതെ അതെ, വിജയ് ഉണ്ട് കൂടെ പാടി. ഞങ്ങൾ അത് റഫീഖാണ്, റഫീഖ് അഹമ്മദ് സാർ. ബ്യൂട്ടിഫുൾ സോങ് ഇറ്റ് ഈസ്. എനിക്ക് അതിന്റെ ഒരു പല്ലവി കേൾക്കണം എന്ന് ആഗ്രഹം. ഉറപ്പായിട്ടും സാർ. ഓക്കെ, നീ മുകിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ അറിയില്ലിന്നു നീ എന്ന ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതന ഉയിരിൽ നിറയും അതിശയകര ഭാവം നീ മുകിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ. ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത് പാടിയതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത്. കാരണം സാധാരണ സിത്തു പാടുമ്പോഴത്തേക്കും സിത്തുവിന്റെ ശബ്ദത്തിന്റെ ചില ഏരിയാസ് മാത്രമാണ് സാധാരണ പാട്ടുകളിൽ ധ്വനിക്കുന്നത്. പക്ഷെ ഇതില് സിത്തുവിന്റെ വേറൊരു മെറ്റമോർഫോസിസ്
താങ്ക് യു സർ, താങ്ക്സ്. ദാറ്റ് ഈസ് വെരി നൈസ് ചേട്ടാ. താങ്ക് യു സർ, താങ്ക്സ്. അതാണ് നമ്മൾ വെറൈറ്റി ചെയ്യാൻ പറ്റണം, വേഴ്സറ്റൈൽ ആയിരിക്കണം ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ സിത്തു ഈ പാട്ടിലൂടെ വീണ്ടും വേഴ്സറ്റൈൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ സിത്തു ചേച്ചി പോലെ വലിയ പാട്ടുകാരി ആവണ്ടേ? ചേച്ചിയുടെ മാരൊന്നല്ല, സ്ത്രീയക്കുട്ടി വലിയ 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 പാട്ടുകാരിയാവും. ഇട്ടമ്മാ എന്താണ്, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, സമ്മാനം എന്തെങ്കിലും ഉണ്ടോ? അതിനെന്തിനാ ഇങ്ങനെ ചൊറിയണ? അവള് കുറച്ച് അവള് കുറച്ച് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇന്നൊരു ഒരു പഞ്ചില്ല. ചേട്ടാ എങ്ങനെ എ ഗ്രേഡ് കൊടുക്കണം? എ ഗ്രേഡ് ഒന്നും വേണ്ട, B+ മതി. അയ്യോടാ, B+ അല്ലെങ്കിൽ കൂടിപ്പോയാലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു ചിരി കൊടുക്കാം. എല്ലാരും കൂടി ഒരുമിച്ചല്ലേ? എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് 1 2 3 4 1 2 3 4 മതിയോ? കള്ളത്തി വിളിച്ചില്ലേ പൊക്കോ? വേണ്ട പോട്ടെ 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 പോട്ടെ. ഇതാരാ? ഏതോ ഒരു സിനിമാതരം വരുന്നത്, ഏതോ ഒരു ഫിലിമിൽ ഇങ്ങനെ വരുന്നത്. ഞാൻ പോണില്ലത്, ഞാൻ ഇങ്ങടെ വരിക. ഇന്നസെന്റ് ഇടം വരത്തില്ല ഇങ്ങനെ കിട് 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 കിട്, ഞാൻ ഇപ്പൊ പോണില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഈ കുട്ടിയുടെ അനിയത്തി കാണിച്ചിട്ടെ, അനിയത്തി കുട്ടിയെ കാണിച്ചിട്ട് നോക്കൂ നോക്കൂ. ഓ അതായിരുന്നല്ലേ. അയ്യോ നോക്കണേ, അയ്യോ അതാരാ? ഈശ്വരാന്നൊക്കെ. അത് ഗുളുമോള് ഗുളുമോളല്ല, ഗുളുമോളുടെ അനിയത്തി. അല്ല അത് അനിയത്തിയാണ്. എനിക്ക് അനിയത്തിയില്ല. അല്ല ദിയക്കുട്ടീനെ പോലൊരു വാവ. അത് വേറെ സ്ഥലത്താണ്. അല്ല സിത്തു ചേച്ചിന്റെ അടുത്ത് ചോദിച്ചോക്കെ സംശയം. അത് ദൂരമോലല്ലോ, ഞാൻ ചോദിച്ചല്ലോ, അമ്മയുടെ അടുത്ത് ചോദിച്ചല്ലോ. പിന്നെ ഒന്ന് വിളിച്ചു നോക്കൂ. ഇല്ല, വേറെ സ്ഥലത്തുള്ള വാവയാണ്, അനിയത്തിയാണത്. ഇത് വേറെ വാവയുടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത്, വീഡിയോ. നല്ല വാവ അല്ലേ? നല്ല വീഡിയോയില് ഞാനാണ്, ഇതില് വേറെ കുട്ടീനെ. നല്ല കുട്ടി, പക്ഷെ അത് നല്ല കുട്ടി, മിടുക്കി കുട്ടി, സുന്ദരി കുട്ടി. എന്ത് നന്നായിട്ടാ പാടുന്നത്. ജിംഗിൾ ബെൽസ്. പക്ഷെ എനിക്കൊരു സംശയമാണ് കേട്ടോ, കാരണം അതിനകത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അന്നേ സംഗതി ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ അത് ഗുളുമോളല്ലേ എന്നൊരു സംശയം. ആണോ? ഇങ്ങനെയാണ് സമ്മതിച്ചു. കാരണം അവിടാണ് പിടിച്ചത്, കാരണം കൈ ഇങ്ങനെ ജിംഗിൾ ജിംഗിൾ ഇങ്ങനെ. അപ്പൊ ഏതാ ഗ്രേഡ്? അപ്പൊ നമ്മൾ ചേട്ടാ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു A+ അങ്ങ് കൊടുത്തേക്കാം. പോരാ? ഇതേ ഉള്ളോ ചിന്ത? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. കാരണം ഉറക്കത്തിൽ വിളിച്ചിട്ട് മോളെ ഏത് ഗ്രേഡ്? A ഊണ് വെച്ചോണ്ടിരിക്കുന്നു, മോൾക്ക് ഏത് ഗ്രേഡാണ്? A മോളെ A എന്ന് പറഞ്ഞാൽ ആ നിങ്ങള് പറഞ്ഞില്ലേ, ആ 2 സംഭവം കൂടെ റെഡി ആയിരുന്നെങ്കിൽ മോക്ക് A തരാം. അല്ലെങ്കിൽ ഏതായിരിക്കും? സിധു അങ്ങ് കൊടുത്തേക്ക്. അപ്പൊ കുഞ്ഞുമണിക്ക് അൾട്ടിമേറ്റ്. ലോലപ്പൻ പിള്ള ചാട്ടോ Congratulations, you are awarded A ultimate.
ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ സൂര്യ മഹാദേവ്. വെൽക്കം സൂര്യ ഓൺ സ്റ്റേജ്. ആയുർവേദ മിക്സ് മഞ്ഞൾ സോപ്പ് നൽകുന്ന ഒരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ MG ഞങ്ങൾ വെച്ചു.